ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് നമ്മുടെ അഹല്യയിലേക്കാണ് കേട്ടോ പോയത്. അഹല്യ ക്യാമ്പസിലേക്ക്. അവിടെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഏകദേശം 2.5 മണിക്കൂറോളം നിൽക്കേണ്ട ഒരു കാര്യം വന്നു കേട്ടോ. അതായത് മോൾക്ക് പനിയായത് കാരണം ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2.5 മണിക്കൂർ കഴിഞ്ഞാലേ ബ്ലഡ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അതുവരെ നമ്മളവിടെ വെറുതെ നിന്നാലും വീട്ടിലേക്ക് വരിക പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട്. അപ്പോൾ ശരി അവിടെ നിന്നു കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് അവിടെ നല്ല ഒരുപാട് കല്ലിൽ കൊത്തുപണികൾ ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവിടെ വന്ന് ചോദിച്ചു ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ കാണാമല്ലോ പറഞ്ഞു. 100 രൂപയാണ് വലിയവർക്ക് ചാർജ് കേട്ടോ, കുട്ടികൾക്ക് ചാർജ് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ 100 രൂപ കൊടുത്തിട്ട് 3 പേരും, ഞങ്ങൾ വലിയ 3 പേരും 2 കുട്ടികളും, അങ്ങനെ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പോയി. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് മുഴുവൻ കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ നിന്നു കേട്ടോ. നല്ല കാലാവസ്ഥയായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ കുഴപ്പമില്ല, അവിടെയൊക്കെ ഇരിക്കാൻ ഇരിപ്പിടങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ആസ്വദിച്ച് മെല്ലെ സാവധാനം എത്ര ടൈം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ടൈമൊന്നും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ആ കല്ലിൽ കൊത്തുപണികൾ ചെയ്ത ഓരോ രൂപങ്ങളും ഞങ്ങൾ എന്താ പറയുക ആസ്വദിച്ചു കേട്ടോ. ഒരു കല്ലിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു പേപ്പറിൽ പേനയിൽ ചിത്രം വരയ്ക്കുക അങ്ങനെയൊക്കെ അല്ലേ. ഇതൊരു കല്ലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തല്ലിയാൽ പൊട്ടണ കരിങ്കല്ല്, അതിൽ ഇങ്ങനെയൊക്കെ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ അവരുടെ കഴിവ് എത്രയാവില്ലേ. എത്ര പറഞ്ഞാലും എത്ര പ്രശംസിച്ചാലും നമുക്ക് അതൊന്നും എന്താ പറയുക, അവരെ എന്താ പറയല്ലേ, ദൈവതുല്യരെന്നൊക്കെ പറയില്ലേ, അത്രയും കഴിവില്ല ആൾക്കാരാവും. കാരണം അത്രയും ഭംഗിയിലാണ് ഓരോന്നും ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ ഇന്ത്യയിലെ ഓരോ ഭാഗത്തുള്ള ആൾക്കാരുടെയും കലകളാണ് കേട്ടോ അത്. കേരളത്തിലുള്ള എല്ലാ ഭാഗത്തുള്ള ആൾക്കാരതും ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെ തന്നെ അവരുടെ പേരും ഏതാ സ്ഥലം എന്നും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചിലത് എന്താ പറയുക, ഓരോ കവിതകളിലെ ഓരോ ഭാഗങ്ങൾ കേട്ടോ. അവർ അതിലെഴുതിയിട്ടുണ്ട് ഏത് കവിതയെന്ന് അടുത്തത്, ഏത് കവിത എഴുതിയത് ആരാണെന്ന്, അതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാറക്കെട്ടിലൂടെ കുറച്ച് നേരം നടന്നു. പിന്നെ ഇതാ ഇരിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളുകളൊക്കെ കണ്ടു കേട്ടോ ഞങ്ങൾ. എനിക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എത്ര കുഞ്ഞു ചെടിയാണെങ്കിലും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ. എവിടെ നിന്ന് കണ്ടാലും ഒരു കഷ്ണം പറിച്ചെടുക്കാറുണ്ട്. അവിടെ പോയപ്പോഴും കണ്ടു കേട്ടോ ഒരു ചെടി, അത് ആ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാനത് ഒരു കഷ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്താ അല്ലേ, വിസ്മയം തീർക്കുക എന്നൊക്കെ പറയില്ലേ കല്ലുകളിൽ, അത്ര ഭംഗിയായിരുന്നു. നല്ല കാറ്റായിരുന്നു. ഞങ്ങൾ അതിൻ്റെ മേലെ പാറക്കെട്ടിൻ്റെ മേലെ കയറി നിന്ന് കാറ്റൊക്കെ ആസ്വദിച്ചു കേട്ടോ. ഇത് കണ്ട ചെടി, ഇത് ഞാൻ ഇതിൻ്റെ ഒരു കഷ്ണം എടുത്തു കേട്ടോ അവിടുന്ന്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഭംഗി അത്ര തന്നെ ഉണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു കഷ്ണം പറിച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, ഒരു മുള്ളുച്ചെടിയാണ് കേട്ടോ. പേര് എനിക്കറിയില്ല. അപ്പം അതിലൊക്കെ മൊട്ടാണ്. പൂക്കണതൊന്നും പൂക്കാനായിട്ടില്ല, ഏകദേശം മൊട്ടായിട്ടുള്ളൂ. പിന്നെ ഇത് ഔഷധ ചെടിയാണ് കേട്ടോ. മുത്തങ്ങയാണോ സംശയമുണ്ട്. പിന്നെ ബബിൾസ് ഉണ്ടാക്കുന്ന മരം കണ്ടു കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ബബിൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ മോള് ഊതിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ബബിൾസൊക്കെ ഉണ്ടായി കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോയി വലിയൊരു കുളവും കണ്ടു. അതിൽ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ല. പിന്നെ എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റിയതായാലും നമുക്ക് ഒരുപാട് സമയം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ പോയിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ വെള്ളവും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോൾ വരുന്നില്ല ഇതിൽ പോയതായിരുന്നു. പക്ഷെ മോൾക്ക് പനി വിട്ടുമാറുന്നില്ല. ആ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്, പിന്നെ എന്തായാലും വീട്ടിൽ വന്ന് തിരിച്ചു പോവുക പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ ഇവിടേക്ക് കയറിയതാണ് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് അവിടെ എൻട്രി ചെയ്യണ ആ ഭാഗത്തുള്ളൊരു ആൽമരമാണ്. വലിയൊരു ആല് കേട്ടോ. അതിൻ്റെ നടുക്കന് 3 പനകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണേ ഇത് ഭംഗി കാണാം. അവിടെ ഒരു കൊത്തുപണി വെച്ചിട്ടുണ്ട്, ഒരു രൂപം കിടക്കണത് കേട്ടോ. എന്താ ഭംഗി കാണാൻ. എല്ലാം നല്ല എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ.